ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള തൊഴിലിട സമുച്ചയം ഏതാണെന്ന ചോദ്യത്തിന് ഇത്രകാലവും അമേരിക്കയിലെ പെന്റഗൺ എന്നായിരുന്നു ഉത്തരം. എന്നാൽ അത് മാറിയിരിക്കുന്നു. ആ ഖ്യാതി ഇനി ഇന്ത്യക്ക് സ്വന്തം. അമൃതകാലത്തെ കുതിപ്പിൽ ഇന്ത്യ പിന്നിടുന്നത് ഇങ്ങനെയൊരു വലിയ നേട്ടത്തിന്റെ നാഴികക്കല്ലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലിടം ഇനി സൂററ്റിലെ ഡയമണ്ട് ബൗൾസ് ആയിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ച ഈ സമുച്ചയം സമാനതകളില്ലാത്ത ഇന്ത്യൻ വികസന കുതിപ്പിന്റെ കൂടി ഉത്തമ ഉദാഹരണമാവുകയാണ്. സൂറത്ത് പണ്ട് മുതലേ വജ്ര വ്യാപാരത്തിന് പേരുകേട്ട നഗരമാണ്. ഇന്ത്യയിലെ ഡയമണ്ട് സിറ്റി എന്നാണ് സൂററ്റ് അറിയപ്പെടുന്നത്. ലോകമാനമുള്ള വജ്ര വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ഇടമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് ഡയമണ്ട് ബൗൾസ് നിർമ്മിച്ചത്. 67 ലക്ഷം ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ഡയമണ്ട് ബൗൾസ് ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കൻഡൈൽ സിറ്റിയുടെ ഭാഗമാണ്. ഏതാണ്ട് 700 ഏക്കറിലാണ് ഡ്രീം സിറ്റി എന്ന ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കൻഡൈൽ സിറ്റി എന്ന ആശയം ആവിഷ്കരിച്ചിരിക്കുന്നത്. സൂററ്റിൽ തന്നെയുള്ള ഖജോദ് ഗ്രാമത്തിലാണ് ഓഫീസ് കോംപ്ലക്സ് പ്രവർത്തിക്കുക. 3200 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഡയമണ്ട് കട്ടർമാർ, പോളിഷർമാർ, വ്യാപാരികൾ തുടങ്ങി 65,000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഡയമണ്ട് വ്യവസായത്തിന്റെ ഭാഗമാകാനുള്ള ഇടമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. 300 ചതുരശ്ര അടി മുതൽ 1 ലക്ഷം ചതുരശ്ര അടി വരെ വിസ്താരമുള്ളതായിരിക്കും ഇവർക്കുള്ള തൊഴിൽ സ്ഥലം. ഡൽഹി ആസ്ഥാനമായുള്ള മോർഫോജനസിസ് എന്ന സ്ഥാപനമാണ് ഡയമണ്ട് ബൗൾസ് രൂപകൽപ്പന ചെയ്തത്. ഇസ്രയേൽ ഡയമണ്ട് എക്സ്ചേഞ്ച് ആണ് ഇതുവരെ ലോകത്ത് ഏറ്റവും വലിയ ഡയമണ്ട് പ്രോസസ്സിംഗ് കേന്ദ്രം. 80,000 ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ വിസ്തീർണം. സൂററ്റ് ഡയമണ്ട് ബൗൾസിൽ 4200 ഡയമണ്ട് ട്രേഡിംഗ് ഓഫീസുകളാണുള്ളത്. മുംബൈയിൽ നിന്ന് ഡയമണ്ട് ബിസിനസ് ഗുജറാത്തിലേക്ക് മാറ്റുക എന്ന ലക്ഷ്യത്തിലാണ് ബൗൾസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കടുത്ത ചൂട് അനുഭവപ്പെടാറുള്ള സൂറത്തിൽ ഡയമണ്ട് ബൗൾസ് സമ്പൂർണ്ണമായും സെൻട്രലൈസ്ഡ് AC സൗകര്യം ഒരുക്കിയതാണെന്ന പ്രത്യേകതയുമുണ്ട്. കെട്ടിട സമുച്ചയത്തിൽ പലയിടത്തും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. ഇപ്പോൾ തന്നെ മുംബൈയിൽ നിന്നുള്ള നിരവധി വജ്ര വ്യാപാരികളും തൊഴിലാളികളും തങ്ങളുടെ പ്രവർത്തന കേന്ദ്രം സൂറത്തിലെ പുതിയ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ 135 ഡയമണ്ട് ട്രേഡർമാർ ബൗൾസിൽ ഓഫീസ് തുറന്നിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞതോടെ നിരവധി പേർ ഇനിയും ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ ഡയമണ്ട് ബൗൾസായി ഇത് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വജ്ര വ്യാപാര രംഗത്ത് സൂറത്ത് കുതിക്കുമ്പോഴും രത്നവ്യാപാര രംഗത്തെ മുംബൈയുടെ കുത്തക അവസാനിക്കില്ലെന്നാണ് സൂചന. വജ്ര വ്യാപാരികൾ മാത്രമായിരിക്കും സൂറത്തിലേക്ക് പ്രവർത്തനം മാറ്റുക. സൂറത്ത് നഗരത്തിന്റെ വികസനത്തിലും ഡയമണ്ട് ബൗൾസ് നിർണായക പങ്കുവഹിക്കും. ബൗൾസിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വജ്ര വ്യാപാരം വികസിക്കാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് സൂറത്ത് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. നിലവിൽ ഒരു രാജ്യാന്തര സർവീസ് മാത്രമാണ് സൂറത്ത് വിമാനത്താവളത്തിൽ നിന്നുള്ളത്. ഇത് ഡയമണ്ട് ബൗൾസിന്റെ വികാസത്തോടെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ.